ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. തെലുങ്ക് തമിഴ് കലണ്ടർ അനുസരിച്ചിട്ട്, അതുപോലെ തന്നെ ഗുരുവായൂർ പഞ്ചാംഗം അനുസരിച്ചിട്ടും വൈശാഖ മാസ ആരംഭം മെയ് 9 മുതൽ ജൂൺ 6 വരെയാണ്. മെയ് 9 തുടങ്ങി ജൂൺ 6 അവസാനിക്കും. എന്നാൽ ഹിന്ദു കലണ്ടർ അല്ലെങ്കിൽ ദൃക്പഞ്ചാംഗ അല്ലെങ്കിൽ ശകവർഷ കലണ്ടർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വൈശാഖ മാസം തുടങ്ങിക്കഴിഞ്ഞു. ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ഞാൻ വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയ വിശേഷപ്പെട്ട ദിവസങ്ങളാണ് വരാൻ പോകുന്നത്, അതുപോലെ നടന്നുകൊണ്ടിരിക്കുന്നതും. ഭഗവാൻ ശ്രീഹരി വിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ് വൈശാഖ മാസം. അതുകൊണ്ട് തന്നെ നാരായണ ഭജനമാണ് ഈ മാസം പൂർണ്ണമായിട്ടും വേണ്ടത്. രാവിലെയും വൈകുന്നേരവും പറ്റുന്ന സമയങ്ങളെല്ലാം തന്നെ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, നാരായണ നാമം പരമാവധി സമയം ജപിച്ചുകൊണ്ടിരിക്കുക, നാരായണീയം വായിക്കുക, വിഷ്ണു സഹസ്രനാമം നിത്യേന ജപിക്കുക, അതാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മഹാവിഷ്ണു ക്ഷേത്രങ്ങൾ ദർശനം നടത്തുക, മഹാവിഷ്ണുവിനും മഹാലക്ഷ്മിക്കും വിളക്ക് സമർപ്പിക്കുക, ഭഗവാൻ മഹാദേവന് രുദ്രാഭിഷേകം ചെയ്യുന്നത് വലിയ വിശേഷമാണ്. അതായത് ഭഗവാൻ പരമശിവന് ഈ വൈശാഖ മാസം രുദ്രാഭിഷേകം ചെയ്യുന്നത് വലിയ വിശേഷമാണ്. അപ്പോൾ വൈശാഖ മാസത്തിൽ നമ്മൾ കൂടുതലായിട്ടും ഭഗവാൻ നാരായണനെ ഭജിക്കുന്നതിനോടൊപ്പം തന്നെ ശിവഭക്തരായിട്ടുള്ള മനുഷ്യർ, അതല്ലെങ്കിൽ അടുത്ത ശിവക്ഷേത്രമുള്ള ആളുകൾ, ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരൊക്കെ തന്നെ മഹാദേവന് രുദ്രാഭിഷേകം ചെയ്താൽ സകല തങ്ങളുടെ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാസം നമ്മൾ ഭഗവാനെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല, അതായത് മഹാദേവനെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ട മാസം തന്നെയാണ് വൈശാഖ മാസം. എങ്കിലും കൂടുതലായിട്ട് നമ്മൾ ഭഗവാൻ നാരായണനെയാണ് പ്രാർത്ഥിക്കുന്നത്, അദ്ദേഹത്തിന് വളരെ ഇഷ്ടമുള്ള മാസമായതുകൊണ്ട്. അതുപോലെ തന്നെ ഭഗവാന് അവിൽക്കിഴി സമർപ്പിക്കുന്നത് വലിയ വിശേഷമാണ് ഈ മാസം. അതും ദാരിദ്ര്യ ശമനത്തിന് വളരെ വിശേഷമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗുരുവായൂരൊക്കെ പോകുന്നവർക്ക് അവിടെ അവൽക്കിഴി സമർപ്പിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രങ്ങളാണെങ്കിൽ നമ്മൾ കുറച്ച് അവൽ മേടിച്ചിട്ട്, അവിടെ ക്ഷേത്രത്തിൽ അവൽക്കിഴി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ കുറച്ച് അവൽ മേടിച്ചിട്ട് ഒരു മഞ്ഞപ്പട്ട് മേടിച്ചിട്ട് അതിനകത്തേക്ക് ഈ അവൽ കിഴികെട്ടി നമുക്ക് ഭഗവാന് സമർപ്പിക്കാം. അത് ദാരിദ്ര്യ ശമനത്തിന് വളരെ വിശേഷമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഭഗവാന് തൻ്റെ കൈകൊണ്ട് തുളസിമാല കെട്ടി സമർപ്പിക്കാം. ഒരുപാട് വിശേഷങ്ങളാണ് ഈ മാസം വരാൻ പോകുന്നത്. വലിയ പ്രധാനപ്പെട്ട ഏകാദശികൾ വരുന്നുണ്ട്. പരശുരാമ ജയന്തി, അക്ഷയ തൃതീയ പോലുള്ള ഒരുപാട് വിശേഷങ്ങളാണ് ഈ മാസം വരാൻ പോകുന്നത്. അതുകൊണ്ട് പരമാവധി സമയം നാരായണ ഭഗവാനെ ഭജിക്കുക. ഗുരുവായൂരൊക്കെ പോകാൻ പറ്റുന്നവർ ഗുരുവായൂർ ഈ മാസം ഒന്ന് പോയി തൊഴുന്നത് വളരെ വിശേഷമാണ്. അതുപോലെ തന്നെ ഭഗവാന് നെയ്വിളക്ക് സമർപ്പിക്കുന്നത് വലിയ വിശേഷമാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ആയാലും നെയ്വിളക്ക് കത്തിക്കുന്നത് വളരെ വിശേഷമാണ്. പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസങ്ങളും ഒക്കെ തന്നെ ഭഗവാൻ നെയ്വിളക്ക് കത്തിക്കുക. അതുപോലെ തന്നെ ഭഗവാന് വെളിച്ചെണ്ണ വലിയ വിശേഷമാണ്. അപ്പോൾ വെളിച്ചെണ്ണ കൊണ്ട് വിളക്ക് കത്തിക്കുന്നതും ഭഗവാന് വലിയ വിശേഷമാണ്. നമ്മൾ 1 കിലോ വെളിച്ചെണ്ണ മേടിച്ചാൽ മതി, ഈ മാസം നമുക്ക് കത്തിക്കാം. അതും 5 തിരിയിട്ട് കത്തിക്കുകയാണെങ്കിൽ വളരെ വിശേഷമാണ്. നമ്മൾ സാധാരണ വിളക്കെണ്ണ എന്നും പറഞ്ഞ് കടയിൽ നിന്ന് മേടിക്കുന്നത് ഈ പഴയ കൊപ്ര കൊണ്ടോ അതല്ലെങ്കിൽ പുന്നയ്ക്ക എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, അതുകൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന എണ്ണയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അതിനെക്കാട്ടും നല്ലത് ഈ മാസം നമ്മൾ കുറച്ച് ശുദ്ധമായി, ഇപ്പോൾ 1 കിലോ വെളിച്ചെണ്ണയ്ക്കൊക്കെ വലിയ വിലയൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ ആ 1 കിലോ വെളിച്ചെണ്ണ മേടിച്ച് വെച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണ കൊണ്ട് വിളക്ക് കത്തിക്കുന്നത് വലിയ വിശേഷമാണ്. നല്ല തെളിമയുള്ള ദീപമാണ് വെളിച്ചെണ്ണ കൊണ്ട് വിളക്ക് കത്തിച്ചാൽ ഉണ്ടാകുന്നത്. അത് ഭഗവാന് ഗുരുവായൂരപ്പന് വലിയ വിശേഷമുള്ള ഇഷ്ടമാണ് വെളിച്ചെണ്ണ കൊണ്ട് വിളക്ക് കത്തിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വെളിച്ചെണ്ണ കൊണ്ട് വിളക്ക് കത്തിക്കാം, അല്ലെങ്കിൽ നെയ്വിളക്ക് സമർപ്പിക്കാം, ഇതൊക്കെ ചെയ്യാം, അവൽക്കിഴി സമർപ്പിക്കാം. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. നാരായണ ഭജനം വളരെ വിശേഷമാണ്. അതുപോലെ മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ പോകുന്നവർ രുദ്രാഭിഷേകം ചെയ്യുന്നത് വളരെ വിശേഷമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ വൈശാഖ മാസത്തിൽ നമുക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് വലിയ വിശേഷമാണ്. ദാനധർമ്മങ്ങൾ ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് ദാനം ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആചാര്യന്മാർ പറയുന്നത് നമ്മൾ മാമ്പഴം ദാനം ചെയ്യുന്നത് വലിയ വിശേഷമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കരിമ്പ് ദാനം ചെയ്യുന്നത് വലിയ വിശേഷമാണ് എന്ന് പറയുന്നുണ്ട്. എള്ള് ദാനം ചെയ്യുന്നത് വളരെ വിശേഷമാണ് എന്ന് പറയുന്നുണ്ട്. എള്ള അല്ലെങ്കിൽ എള്ളെണ്ണ ഇത് ദാനം ചെയ്യുന്നത് വളരെ വിശേഷമാണ് എന്ന് പറയുന്നുണ്ട് ഈ വൈശാഖ മാസത്തിൽ. അപ്പോൾ ഭഗവാനെ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ആലിന് വലത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണ്. അതായത് അരയാല്, നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളിലും അരയാലുകളുണ്ട്. അപ്പോൾ അരയാലുകൾക്ക് വലത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നത് ഈ വൈശാഖ മാസത്തിൽ വളരെ വിശേഷമാണെന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് 7, 11 തവണ ഭഗവാനെ വലത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നത്, അതായത് ആൽമരത്തിനെ വലത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണ്. കാരണം ത്രിമൂർത്തികളുമുള്ള
ത്രിമൂർത്തികളും വസിക്കുന്നുണ്ട് അരയാലിൽ. അപ്പോൾ ആ അരയാലിനെ വലത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നത് വൈശാഖ മാസത്തിൽ വളരെ വിശേഷമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അരയാലിനെ വലത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിൽ ആചാര്യന്മാർ പറയുന്നത് ഞായറാഴ്ച അരയാലിന് വിളക്ക് കത്തിക്കുകയോ അരയാലിന് വലത്ത് വെച്ച് പ്രാർത്ഥിക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് ഒരു വിഭാഗം ആളുകൾ പറയുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ച ദിവസം ജ്യേഷ്ഠ ഭഗവതി, അതായത് മഹാലക്ഷ്മിയുടെ ചേച്ചിയാണ്, സഹോദരിയാണ് ആരെന്ന് പറയുന്നത് ജ്യേഷ്ഠ ഭഗവതി. അപ്പോൾ ജ്യേഷ്ഠ ഭഗവതി അല്ലെങ്കിൽ മൂദേവി ഞായറാഴ്ച ദിവസം ഈ അരയാലിൽ വസിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞായറാഴ്ച ദിവസം അരയാലിനെ വലത്ത് വെക്കുകയോ വിളക്ക് കത്തിക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് ഒരു വിഭാഗം ആചാര്യന്മാർ പറയുന്നുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ദാരിദ്ര്യം ഒഴിയില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളും തന്നെ നമുക്ക് അരയാലിനെ വലത്ത് വെച്ചിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ അരയാലിനെ വലത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം വെച്ചാൽ രാവിലെ മാത്രമേ അരയാലിനെ വലത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. വൈകുന്നേരം അരയാലിന് വലത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. കാരണം നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആൽച്ചൂട്ടിൽ വിളക്ക് കത്തിച്ചിട്ട് നമ്മൾ വലത്ത് വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ അത് വൈകുന്നേരമാണ് നമ്മൾ പോകുന്നതെങ്കിൽ അന്നേരം യാതൊരു കാരണവശാലും ആലിന് വലത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. ആലിൽ നമുക്ക് തൊഴാം, അത് വിഷയമില്ല. പക്ഷെ വലം വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് പാടില്ല. കാരണം അത് കാർബൺ ഡൈ ഓക്സൈഡ് ധാരാളമായിട്ട് ഈ വൈകുന്നേരം അത് പുറത്തേക്ക് പോകുന്നുണ്ടും അത് നമ്മുടെ ശരീരത്തിൽ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ രാവിലെ നിർബന്ധമായിട്ട് നമ്മൾ 3, 5 അല്ലെങ്കിൽ 7 അല്ലെങ്കിൽ 11 തവണയൊക്കെ വലത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണ്. പ്രത്യേകിച്ച് ഈ വാതരോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ശനിദോഷം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ശരീരത്തിന് വേദന അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, സന്താനങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ തന്നെ ആലിന് വലത്ത് വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണ്. കാരണം ത്രിമൂർത്തികളുണ്ട്, മഹാലക്ഷ്മിയുടെ വാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും നമുക്ക് അത് പ്രദാനം ചെയ്യും. പ്രത്യേകം ശ്രദ്ധിക്കുക, വൈകുന്നേരം അല്ല, രാവിലെ ഞായറാഴ്ച ദിവസം വിളക്ക് കത്തിക്കുകയും പ്രാർത്ഥിക്കുകയും അതല്ലെങ്കിൽ വലം വെച്ച് പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ദാരിദ്ര്യം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. കാരണം അന്നത്തെ ദിവസം അവിടെ ഞായറാഴ്ച ദിവസം മഹാവിഷ്ണു പറഞ്ഞിട്ടുണ്ട് പോലും ഞായറാഴ്ച ദിവസം ജ്യേഷ്ഠ ഭഗവതി അല്ലെങ്കിൽ മൂദേവി ആൽച്ചോട്ടിൽ വസിച്ചുകൊള്ളൂ എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജ്യേഷ്ഠ ഭഗവതിക്ക് നമ്മൾ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാറില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇനി അങ്ങനെ ചെയ്യുന്നത് വളരെ വിശേഷമാണ്. അതുപോലെ തന്നെ ഈ വൈശാഖ മാസത്തിൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങൾ ദർശനം ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കുക. അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും നമ്മൾ ഭഗവാനെ വിളിച്ച് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുന്നത് വളരെ വിശേഷമാണ്. അതുപോലെ തന്നെ ഈ വൈശാഖ മാസത്തിൽ നമ്മൾ മഞ്ഞ വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നത് വളരെ വിശേഷമാണെന്ന് പറയുന്നുണ്ട്. മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നു. അതുപോലെ തന്നെ മുതിർന്നവരായിട്ടുള്ള ആളുകൾ, അതായത് നമ്മുടെ പിതാവിൻ്റെ അല്ലെങ്കിൽ മാതാവിൻ്റെയൊക്കെ സ്ഥാനത്തുള്ള ആളുകൾ, അവർക്ക് ദാനം ചെയ്യുന്നത്, അവർക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കുന്നത്, മരുന്ന് മേടിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് ധനം കൊടുക്കുന്നത്, അതല്ലെങ്കിൽ ആഹാര സാധനങ്ങൾ മേടിച്ചു കൊടുക്കുന്നതൊക്കെ വളരെ വിശേഷമാണ്. അതായത് തന്നേക്കാൾ മുതിർന്ന മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്ഥാനത്തുള്ള ആളുകൾ അല്ലെങ്കിൽ ഗുരുജനങ്ങൾ ഇങ്ങനെയൊക്കെയുള്ളവർക്ക് ദാനം ചെയ്യുന്നത്, അവർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് വളരെ പുണ്യമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു പുണ്യമായ മാസമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിൻ്റേതായ വ്രതനിഷ്ഠയിലും ശുദ്ധിയിലും ഒക്കെ ഇരിക്കുന്നത് വളരെ വിശേഷമാണ്. ഭഗവാന്റെ അനുഗ്രഹം വളരെ കൂടുതലുള്ള മാസമാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യം ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.